സുഹൃത്തുക്കളെ, മൈ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ചെറിയ വിഷമകരമായ ഒരു വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി ഇവിടെ വെച്ചൊന്ന് തട്ടിയായിരുന്നു. ഇത് മല്ലിക്കാട്ട് കടവ് റോഡാണ്. മല്ലിക്കാട്ട് റോഡ് എന്ന് പറഞ്ഞാൽ അറിയാൻ മേത്തറുണ്ടെങ്കിൽ മല്ലിക്കാട്ട് കരിയിലക്കുളങ്ങര ഒറ്റ റോഡാണ്. ഇവിടുന്ന് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ പേരത്തൂക്ക് ജംഗ്ഷനിലും അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ NTPC റോഡിലോട്ട് പോകാം. വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പേരത്തൂക്ക് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പുല്ലുളങ്ങര കായംകുളം ആ റൂട്ടാണിത്. കരിയിലക്കുളങ്ങര ടു മല്ലിക്കാട്ട് കടവ്. മല്ലിക്കാട്ട് കടവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വെച്ചാൽ എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി തട്ടിയത്. അങ്ങനെ അവരിന്നലെ എൻ്റെ വീട്ടിൽ വന്നായിരുന്നു, ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാനും പറഞ്ഞു ഞാൻ വലിയ യൂട്യൂബറൊന്നും അല്ല, അവന് സങ്കടകരമായ രീതിയിൽ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനിത് വീഡിയോ എടുക്കുകയാണ്. ഇത് മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും, മാക്സിമം ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം. അവൻ്റെ സഹായം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആരെ കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ വേണ്ടിയോ അല്ല. നമ്മളെല്ലാം റോഡിൽ കൂടി സഞ്ചരിക്കുന്നവരാ. നമ്മുടെ ജീവൻ പോലെ മറ്റുള്ളവരുടെ ജീവൻ എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉള്ളത് നല്ലതായിരിക്കും. ഒരു കാരണവശാലും നമ്മൾ കാരണം മറ്റൊരാൾക്ക് വേദന ഉണ്ടാകാനോ ഒരു ജീവൻ പൊലിയാനോ പാടില്ലെന്നുള്ള ബോധത്തോടെ നമ്മൾ റോഡിൽ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു അപകടം ഉണ്ടാവില്ല, ഒരു ആക്സിഡന്റും ഉണ്ടാകാറില്ല. അതുകൊണ്ട് ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി റോഡിൽ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ലതായിരിക്കും. പിന്നെ എനിക്ക് ഈ വീഡിയോ ചെയ്ത് വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഒരു പുതിയൊരു ചാനലുകാരനാണ്. അതുകൊണ്ട് മാക്സിമം ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കണം. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ആവശ്യമുണ്ട്. ഇപ്പം സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ സുഹൃത്ത് ഓട്ടോ ഓടിച്ച് പാസഞ്ചറെ കൊണ്ട് പോകുന്ന വഴിക്ക് ഒരു എയ്സ് ഓവർടേക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് വശം തട്ടി ഓട്ടോയുടെ ബാലൻസ് തെറ്റിയിട്ടാണ്ട് ഈ കാണുന്ന ഓടയില ഇടിച്ചാൽ വണ്ടി നിന്നത്. ആ വണ്ടി കണ്ടാൽ ഓട്ടോ കണ്ടാൽ നമ്മൾ വിചാരിക്കും അതിനകത്ത് ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണുമെന്ന്. ദൈവവശാൽ അവൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരുടെ ഭാഗ്യം അവനൊന്നും സംഭവിച്ചില്ല. പാസഞ്ചർക്കും ഒന്നും സംഭവിച്ചില്ല. ചെറിയ ചെറിയ പരിക്കുകളോടുകൂടി കുഴപ്പമില്ല പോന്നു. എനിക്കത് പറയാനുള്ളത് വേറൊന്നുമല്ല, അബദ്ധം പറ്റാത്ത മനുഷ്യരില്ല. അപ്പോൾ വണ്ടി ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ വണ്ടി നിർത്തി ആ ഓട്ടോക്കാരൻ എന്തെങ്കിലും സംഭവിച്ചോ, അല്ലെ ഓട്ടോയ്ക്കകത്തിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നോക്കാൻ പോലും ആ ചേട്ടൻ തയ്യാറായില്ല. ഞാൻ ആ ചേട്ടനെ കുറ്റപ്പെടുത്തുമല്ല, ആ ചേട്ടൻ വിഷമിപ്പിക്കാൻ വേണ്ടിയും പറയുമല്ല. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് ആ ചേട്ടൻ കാണാൻ കഴിയുന്നെങ്കിൽ കാണട്ടെ. അവൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ആ ചേട്ടനൊന്ന് അവനെ ഒന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്യുമോ, എന്തെങ്കിലും അവന് സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ വലിയ ഉപകാരം. ഞാൻ വണ്ടിക്ക് നല്ലൊരു പണിയുണ്ട്, വണ്ടി ഞാൻ കാണിക്കാം. ഇതുകൂടെ ഇവിടെ CCTV ഉണ്ട്. CCTV ദൃശ്യവും ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം വിലയിരുത്തുക. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ആ ചേട്ടനെ വിഷമിപ്പിക്കാനും പറയുന്നതല്ല. ഇതാർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി ഞാൻ ഓട്ടോ കാണിക്കാം. ഓട്ടോ കണ്ടിട്ട് അതിന് ബാക്കി ഞാൻ ഇവിടുത്തെ രണ്ട് CCTVയുടെ ദൃശ്യങ്ങളുണ്ട്, അതും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു മണ്ണാലിന, അവനെന്താ ക്യാമറയെ കാണിക്കാത്തെന്ന് വെച്ചാൽ അവന് ക്യാമറയുടെ മുന്നിൽ വരാൻ അവന് ബുദ്ധിമുട്ടല്ല, അവനൊരു ചമ്പലും നാണക്കേടും കൊണ്ട് അവൻ വന്നില്ല. അഥവാ ഈ വീഡിയോ കണ്ടിട്ട് അവനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിലോ, അല്ലെങ്കിൽ ഈ തട്ടിയിട്ട് പോയ ചേട്ടൻ അവനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിലോ ചെയ്താൽ വലിയ ഉപകാരം. അഥവാ അങ്ങനെ ചെയ്താൽ പോലും ഇതിന്റെ ബാക്കി വീഡിയോ ഞാൻ കൂടി ചെയ്യുന്നതായിരിക്കും. അവൻ്റെ വണ്ടി റോഡിലോട്ട് ഇറങ്ങുന്നിടം വരെയുള്ള വീഡിയോയും കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും. അഥവാ എൻ്റെ ഈ വീഡിയോ കണ്ട് ആരെങ്കിലും അവനെ സഹായിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ നമ്പരും പേരും അഡ്രസ്സും കൂടി അവൻ്റെ വാട്സാപ്പ് നമ്പറിലൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. വേറൊന്നുമല്ല, എനിക്ക് അവരെ അങ്ങനെ സഹായം ചെയ്യുന്നവർക്ക് വിളിച്ചൊരു നന്ദി വാക്ക് പറയാൻ വേണ്ടിയാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇതിന്റെ ബാക്കി വീഡിയോയും ഇത് റോഡിലെപ്പോൾ ഇറങ്ങുന്നു അതുവരെയുള്ള വീഡിയോയും ഞാൻ ചെയ്തിരിക്കും. വേറൊന്നും വേണ്ടിയല്ല, എൻ്റെ വീഡിയോ കണ്ടിട്ട് അവനെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട കടമ എനിക്കുണ്ട് അതിൻ്റെ പേരിൽ. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക. നാളെ ആർക്കും ഇതുപോലൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓട്ടോ ഞാൻ കാണിച്ചു തരാം. വാ. ഈ രണ്ട് വണ്ടിയും കിഴക്കോട്ട് സഞ്ചരിക്കുമായിരുന്നു. ഇത് പിന്നെ ഓവർടേക്ക് ചെയ്ത എയ്സിന്റെ ബാക്ക് വശം ഈ ഓട്ടോയുടെ വലത് സൈഡിൽ തട്ടിയിട്ട് ഓട്ടോക്കാരന്റെ ബാലൻസ് തെറ്റി അവിടെ ഒരു ഓടയുണ്ട്, ഞാൻ മുമ്പേ കാണിച്ച ഓടയെ ചെന്ന് ഇടിച്ചാ വണ്ടി നിന്നത്. ആ ഇടിച്ച ഭാഗമാണ് ഇത്. പക്ഷെ ദൈവഭാഗ്യം കൊണ്ട് അവന്റെ വീട്ടുകാരുടെയോ അവന്റെയോ മക്കളുടെയോ ആരുടെയോ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല. ഇതിന്റെ ആൻഡിൽ വന്ന് നെഞ്ചിന് താഴെ ഇടിക്കുകയാണ് ചെയ്തത്. പോയി എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി, പൊട്ടലോ ഒന്നുമില്ല, ചെറിയ ചതവ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ പുറകിൽ പാസഞ്ചർ ഉണ്ടായിരുന്നു. പാസഞ്ചറിന്റെ കാല് വന്ന് ഈ കമ്പിയൽ ഫ്രണ്ടിൽ ഇടിക്കുകയും കൂടെ ചെയ്തു. അവനും വലിയ കുഴപ്പമൊന്നുമില്ല. വണ്ടിയുടെ പേര് അശ്വിൻ എന്നാണ്. അതുകൊണ്ട് ഈ ചേട്ടൻ, ഇവനെ തട്ടിയ ചേട്ടൻ
ഈ വീഡിയോ കാണുവാണെങ്കിൽ അവനെ ഒന്ന് വിളിക്കുവോ അല്ലെങ്കിൽ അവനെ ഒന്ന് കാണാനോ ശ്രമിച്ച് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റിയെങ്കിൽ വലിയ ഉപകാരം. എന്ന് വെച്ചാൽ ഇതിന് പണിതിറക്കണമെങ്കിൽ പോലും നല്ലൊരു എമൗണ്ട് ആവശ്യമാണ്. ഇതിന്റെ CCTV ദൃശ്യമുണ്ട്, അതും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയെ തട്ടിയിട്ട് പോയ ചേട്ടനെ ഞാൻ കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ വേണ്ടി പറയുന്നതല്ല. ഇവനെ ഒന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇവനെ കണ്ട് എന്തെങ്കിലും സഹായം ചെയ്താൽ വലിയ ഉപകാരം. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഇവന് ഈ വണ്ടി ഒന്ന് പണിതിറക്കാൻ വേണ്ടി ഉള്ള സഹായം ചെയ്താൽ വലിയ ഉപകാരം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അവരുടെ പേരും സ്ഥലപ്പേരും കൂടെ അവൻ്റെ ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരം. വേറെ ഒന്നിനും വേണ്ടിയല്ല, എൻ്റെ വീഡിയോ കണ്ടിട്ട് അവനെന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് എനിക്ക് നന്ദി വാക്ക് പറയാൻ വേണ്ടിയാണ്. അങ്ങനെ ചെയ്ത് ഇവന് സഹായം ചെയ്ത് ഈ വണ്ടി റെഡിയാക്കി റോഡിലിറക്കാനുള്ള സഹായം ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ ഈ വണ്ടി എപ്പോൾ റോഡിൽ ഇറങ്ങുന്നത് അതുവരെയുള്ള വീഡിയോയും വർക്ക്ഷോപ്പിലെ വീഡിയോയും ഒരു ആഘോഷപരമായിട്ട് റോഡിൽ ഇറക്കുകയും ചെയ്യും. അവൻ്റെ കൂടെ നമ്മളെപ്പോലുള്ളൊരു കൂടെ എന്നെങ്കിലേ അവനൊരു സന്തോഷമാകത്തുള്ളൂ, ഒരു ആശ്വാസമാകത്തുള്ളൂ. വേറെ ഒന്നുമല്ല, അവന് ബാധ്യതകൾ ഒരുപാടുണ്ട്. ഈ ഓട്ടോ ഓടിച്ചാണ് അവൻ്റെ വീട് കഴിഞ്ഞ് പോകുന്നത്. 2 പിള്ളേരും ഭാര്യയൊക്കെ ഉള്ള അമ്മയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവൻ്റെ കൂടെ നമ്മളെപ്പോലുള്ള എല്ലാവരും ഒന്നിച്ച് നിന്നാൽ അവൻ്റെ ഈ വണ്ടി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് റോഡിലിറക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ CCTV വീഡിയോ ഇടുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ, അതും കൂടെ കണ്ട് വിഷമിപ്പിക്കാനോ ഇടുന്ന വീഡിയോ അല്ല. ഒന്നുകൂടെ ആ CCTV ദൃശ്യം കൂടെ ഞാൻ ഇതിൻ്റെ പുറകിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടെ കണ്ട് വണ്ടി ആർക്കെങ്കിലും തിരിച്ചറിയാൻ കഴിയുന്നെങ്കിലോ ഒന്ന് ഇവൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്ന വരെ ഓക്കെ, ബൈ.